നല്ല ചൂട് പട്ട, നല്ല ചുട്ട ചിക്കൻ. ഈ ചുട്ട ചിക്കനും പട്ട നല്ല കൂട്ടല്ലേ ആശാനെ? കട്ട മുതൽ വിറ്റ് കിട്ടിയതല്ലേ, തട്ടിക്കോ തട്ടിക്കോ. അതിരിക്കട്ടെ, ടി വി എന്തെല്ലാം കൊടുത്തു? പാതി വിലക്ക് കൊടുത്തു. അത് മോശമായി പോയി. ദാനം കിട്ടിയ പശുവിന്റെ വായിലെ പല്ലെണ്ണരുത്. നീ അങ്ങനെ കൊണ്ട് കടന്ന് ചിന്തിക്കണ്ട. മോശമായി പോയെന്നോ? പറഞ്ഞത് തിരിച്ചെടുത്തു. കേറ്റ് കേറ്റ്. ആശാൻ ഈ ബുദ്ധി ഇല്ലായിരുന്നെങ്കിൽ നീ നിന്റെ ഫാമിലിയും പട്ടിണി കിടന്ന് ചീഞ്ഞേനെ. സത്യം. ആശാൻ ഈ മോഷണം അവിടുന്ന് പഠിച്ചു? ഒരിടത്തൊന്നും പഠിച്ചതല്ല, പരമ്പരാഗതമായി കിട്ടി. അത് ശരി. എന്റെ അച്ഛൻ കള്ളനായിരുന്നു, അച്ഛന്റെ അച്ഛൻ പെരുങ്കള്ളനായിരുന്നു. പകല് തെങ്ങിക്കേറ്റം, രാത്രി വീട്ടിക്കേറ്റം. ഇടക്കിടക്ക് പോലീസ് സ്റ്റേഷനിൽ അവര് മരിക്കുന്നത് വരെ പോലീസിനൊന്ന് തൊടാൻ പോലും കഴിഞ്ഞില്ല. അതെന്താ ആശാന്? നാട്ടുകാര് തല്ലിക്കൊന്ന് കുഴിച്ചു മൂടി. അപ്പൊ ഒരു റോബറിംഗ് ഫാമിലി ആയിരുന്നു. പറ്റിയ ആളുടെ അടുത്ത് തന്നെ ഞാൻ വന്ന് പെട്ടത്. നമ്മളുടെ അവസാനമൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. നീ പറഞ്ഞു പേടിപ്പിക്കടാ ദിനാശു. പേടിയാണെങ്കിൽ പഠിക്ക് നിക്കരുത് ആശാനെ. എന്നെ ഏൽപ്പിക്ക്. മോഷണം ഞാൻ കാഞ്ചിറ പുല്ല്. നല്ല ഒറിജിനൽ പട്ട, അറിയാതെ വായിന്ന് വീണു പോയതാ. മതി, ഇനി വായിന്ന് വീഴണ്ട. ശരിയാ. കള്ളന് കഞ്ഞി വെച്ച തെണ്ടി. നിന്റെ റൂംമേറ്റ് വേലിക്കുട്ടി വന്നൊരു 200 രൂപ വാങ്ങി. ഹോസ്പിറ്റലിൽ പോകാൻ അത്യാവശ്യം പറഞ്ഞ് പോകുന്ന പോക്ക് കണ്ടിട്ട് ആശുപത്രിയിലേക്കാണെന്ന് തോന്നുന്നില്ല. കക്ഷി ആളെങ്ങനെയാ? സ്മോളിന്റെ ആണോ? സ്മോളിന്റെ അല്ല, ലാർജിന്റെയാ. പക്ഷെ ആൾ അഭിമാനിയാ, കയ്യിന്ന് കാശ് മുടക്കി കുടിക്കൂല. ഞാൻ വരുന്നതിന് മുമ്പ് ഒരു തലശ്ശേരിക്കാരൻ സുലൈമാൻ ആയിരുന്നു കൂടെ. ഇങ്ങേരുടെ ഓസിലുള്ള വെള്ളമടി സഹിക്കാണ്ട് അങ്ങേര് വേറെ റൂമെടുത്ത് മാറി. ഞാൻ ഈ കഥയൊന്നും അറിയാതെയല്ലേ ചെന്ന് ചാടിക്കൊടുത്ത്. നാട്ടിൽ എന്റെ വീടിന്റെ അടുത്താ പുള്ളിക്കാരന്റെ ഭാര്യയുടെ വീട്. ഒരു സാധു സ്ത്രീയാ. അമ്മയ്ക്ക് എന്തെങ്കിലും സഹായത്തിന് ഓടിയെത്താൻ അവരെ ഉണ്ടോ? അതോർത്ത ഞാൻ ഇയാളെ സഹിക്കുന്നത്. ഓ അത് ശരി. അപ്പൊ ആ സെന്റിമെന്റ്സിലാ ഈ തിക്കണ്ടി കയറി പിടിച്ചിരിക്കുന്നത്. തോണ്ടി തോണ്ടി കുപ്പിയുടെ അകത്തേക്ക് കയറി പോവോ? ഇത് എവിടുന്നാ വാങ്ങിച്ചത്? ഏവണിന്നാണോ കേരള ഹോട്ടലിൽ നിന്നാണോ? കേരള ഹോട്ടലിൽ നിന്നാ. കേരള ഹോട്ടലിന്റെ മുതലാളി നായരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നക്കിയ. എന്തു പറ്റി? ഈ പൊറാട്ടയിൽ ഒഴിക്കുന്ന കോഴിച്ചാറില് ഒരു തരി കഷ്ണം പോലും ഉണ്ടാവില്ല. കഴിഞ്ഞ പ്രാവശ്യം കഴിക്കാൻ പോയപ്പോ ഞാൻ ഒരാളെ കൂട്ടിക്കൊണ്ടാ പോയത്. അതെന്തിനാ? ചാറില് മുങ്ങി തപ്പാൻ. എന്റെ ചേട്ടാ, ഒന്ന് പതുക്കെ തിന്ന്. എന്തിനെങ്ങനെ ആക്രാന്തം കാണിക്കുന്നേ? പയ്യത്തുന്ന വയറ്റ് പിടിക്കില്ലടോ. അല്ല, രാവിലെ ഡോക്ടറെ കാണാൻ പോയല്ലോ, എന്ത് പറഞ്ഞു? ഡോക്ടറെ കണ്ടിട്ട് എന്ത് പറയാ, തിരിച്ചും മറിച്ചും നോക്കി. പിന്നെ എക്സ്റേ എടുക്കേണ്ടി വന്നില്ല. ഞാൻ ഷർട്ടൂരി കാണിച്ചു. കഷ്ടം. പിന്നെ വിശപ്പിനുള്ള ഒരു ടോണിക്ക് നാളെ തരാന്ന് പറഞ്ഞു. അതെ, ആ പൊതിയിൽ 2 പഴമുണ്ട്, അതെടുത്തോ. എനിക്ക് അതിന്ന് 2 പൊറോട്ട മതി. അയ്യാ, നീ കഴിച്ചാന്ന് വിചാരിച്ച് ഞാൻ അതൊക്കെ കൂട്ടിക്കൊഴിച്ചു. എന്റെ ഈശ്വര, 6 പൊറോട്ടയും കൂട്ടിക്കൊഴിച്ചോ? ചേട്ടനൊരു കാര്യം ചെയ്യണേ, നാളെ ഡോക്ടർ വിശപ്പുണ്ടാവാൻ ഒരു ടോണിക്ക് തരാന്ന് പറഞ്ഞിട്ടില്ലേ, അത് വാങ്ങണ്ട. അതെന്താടാ? ഞാൻ ആനയെ ഫ്രൈ ചെയ്ത് കൊണ്ടുവരേണ്ടി വരും. എവിടെ പോവാൻ? എന്നെ പൊക്കടാ. ഒരു ദിവസം ഞാൻ പൊക്കും. എന്നെ നടത്തടാ. പയ്യെങ്കിൽ പണിക്ക് പോണേ. എന്നെ കൊണ്ട് ഇരുത്തടാ. ഓടിച്ചു മുടക്കാൻ ഇരുത്തും. എന്നെ കിടത്തടാ. ഊതി ഞാൻ കെടുത്തും. കൈ കഴുകണല്ലേ? കൈ കൊണ്ടുപോയി കഴിക്കണേ. കാലം നിന്റെ അപ്പ്. പോയോ? ആജ്ഞാപിക്കരുത്, അപേക്ഷിക്കൂ. ഇയാള് വണ്ടി എടുക്ക്. വണ്ടി ഞാൻ എടുക്കും. എന്റെ പൊന്ന് സാഗർ സാറെ, ഇനി ആ തീക്കളി വേണ്ട. 1 മണിക്കൂർ നേരം മരണത്തെ മുന്നേ കണ്ടുകൊണ്ടാ ഞാൻ ഈ വണ്ടിയിലിരുന്നത്. മരണം രംഗബോധമില്ലാത്തൊരു കോമാളിയാണ്. ആഗ്രഹിച്ചിരിക്കുമ്പോൾ അവൻ വരില്ല.
പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അവൻ വരില്ല. വെടിയുണ്ടയുടെയും ബോംബിന്റെയും ഇടയിൽ കിടന്ന് യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാരൻ ലീവ് കിട്ടി നാട്ടിലെത്തുമ്പോൾ സ്വന്തം പെരടത്തിലെ തേങ്ങ വീണായിരിക്കും മരിക്കുന്നത്. വണ്ടി പുറകോട്ടെടുക്കാൻ മുമ്പോട്ട് വെച്ച കാർ പുറകോട്ടെടുക്കുന്നവനല്ല ഈ സാഗർ കോട്ടപ്പുറം. ട്രാഫിക് ബ്ലോക്ക് ചെയ്തിട്ടാണോ തന്റെ ഒക്കെ പ്രസംഗം? വണ്ടി എടുത്ത് മാറ്റോ. കാക്കിയെ ഭയക്കുന്നവനല്ല സാഗർ. ക്ഷമിക്കണം സാർ, ഇദ്ദേഹം സുപ്രസിദ്ധ നോവലിസ്റ്റ് സാഗർ കോട്ടപ്പുറം. സാർ, അദ്ദേഹം വെള്ളം അടിച്ച് കുറച്ച് ഓവറായി പോയതാ. തന്നോട് വണ്ടി എടുക്കാനല്ലേ പറഞ്ഞു? എന്താ ആരും കൂടി വന്നാട്ടെ. ഒന്ന് ചോദിച്ചോട്ടെ പോലീസുകാരെ, ഈ തഹസിൽദാരുടെ വീട് ഏതാണ്? ഈ തഹസിൽദാരുടെ വീട് ഏതാണെന്ന് പറയില്ല. ഓ, അപ്പോഴേക്കും പിണങ്ങിയോ? അല്ലേലും ഈ പോലീസുകാരിങ്ങനെ മഹാ തൊട്ടാവാടികളാ. ഡ്രൈവറെ, തഹസിൽദാരുടെ വീട് അന്വേഷിച്ചു ചോദിച്ചു പോവാ. ഈ വീട് കണ്ടിട്ട് ഒരു തഹസിൽദാരുടെ വീട് പോലെ തോന്നുന്നില്ലേ? ഇത്രയും വലിയ ബംഗ്ലാവോ? ആയിക്കൊടുന്നില്ല. എന്തായാലും സംശയം തീർത്തിട്ട് പോവാം. തഹസിൽദാരുടെ വീട് ഇതാണോ? തോട്ടക്കാരാ. തന്നോട് ഗേറ്റ് തള്ളി തുറക്കാൻ ആരാ പറഞ്ഞേ? തഹസിൽദാർ രാമകൃഷ്ണന്റെ വീടാണോ അല്ലയോ എന്നാണ് ചോദിച്ചത്. മുഖത്ത് കണ്ടില്ലേ? ഗേറ്റിൽ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അഡ്വക്കേറ്റ് ഗോപിനാഥൻ എന്ന്. എഴുതി വെച്ചത് മുഴുവൻ സത്യമാകണമെന്നില്ലല്ലോ. ഉദാഹരണത്തിന് ഞാൻ എഴുതുന്ന നോവലുകൾ വായിച്ചു കാണും. തുഷാരങ്ങൾ അത് മുഴുവൻ സത്യമാണെന്നാണ് വിചാരം. അല്ലേ? അല്ല, വെറും ഭാവന. ആനയുടെ വലുപ്പം ആനയൊക്കെ അറിയില്ല. കേരളം മുഴുക്കെ അറിയപ്പെടുന്ന നോവലിസ്റ്റാ സാറ്. മനുഷ്യ ഹൃദയങ്ങളെ എടുത്ത് അമ്മാനമാടുന്നയാൾ. ഞാൻ സാറിന്റെ ഒരു ആരാധകരാന്ന് അറിയാലോ. സാഗർ കോട്ടപ്പുറം വെള്ളമടിച്ച് ബഹളം ഉണ്ടാക്കിയത് നാളെ വല്ല പത്രത്തിലും വന്നാൽ ആർക്കതിന്റെ നാണക്കേട്? ആ പത്രത്തിന് കേരളത്തിലെ എല്ലാ പത്രവും വാരികയും എന്റെ ഒരു നോവല് കിട്ടാൻ നെട്ടോട്ടം ഓടുകയാണ്. എനിക്കെതിരെ ആരും ഒന്നും എഴുതുകയല്ല. എന്നാ സാർ വണ്ടി കയറി. അങ്ങനെയാണ് ഞാൻ വണ്ടി ഓടിക്കും. സാറ് വണ്ടി കയറി. വണ്ടി ഓടി. സാർ എത്ര നാൾ കാണും ഈ തഹസിൽദാരുടെ കൂടെ? 30 ആഴ്ചക്കുള്ള ഒരു തുടരൻ ഉടൻ വേണം. ഒരു സർവീസ് സ്റ്റോറിയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സർക്കാർ ഓഫീസിലെ അഴിമതി, കുതികാൽ വെട്ട്, പ്രേമം, ഗർഭം, അതൊക്കെയാ വിഷയം. അപ്പൊ സർക്കാർ ഓഫീസിലെ രീതികൾ, ദൈനംദിന ജോലികൾ, മറ്റ് വിശദാംശങ്ങൾ, രാമകൃഷ്ണനുമായ ഒരു ചർച്ച. അതിപ്പോ എത്ര ദിവസം എടുക്കുന്നൊന്നും പറയാൻ മേല. ഈ രാമകൃഷ്ണനെ തഹസിൽദാരായി ഇങ്ങോട്ട് സ്ഥലം മാറ്റം വാങ്ങിച്ചു കൊടുത്ത ഞാനാ. നല്ലവനാ, പക്ഷെ ഒരു കുഴപ്പമുള്ളൂ, 3 പെഗ് കൂടുതൽ അടിക്കുകയല്ല. ഞങ്ങളെ രാമവർമ്മ ക്ലബിലെ ചീട്ടുകളി ഫ്രണ്ട്സാ. സാറ് ചീട്ടും കളിക്കൂ? ആ, കാശ് വെച്ചേ കളിക്കൂ. സാറിന്റെ നായകന്മാരൊക്കെ എന്തുമാത്രം സൽഗുണ സമ്പന്നന്മാരാ. ആ നായകന്മാരുടെ സൃഷ്ടാവ് ഇങ്ങനെയുള്ള ആളാണെന്ന് ആരാധകർ അറിഞ്ഞാൽ അറിഞ്ഞ ഒരു തേങ്ങയിലടോ. എടോ, താനടക്കമുള്ള എന്റെ എല്ലാ ആരാധകന്മാരും വെറും കിഴങ്ങന്മാരാ. എന്താണോ എന്റെ നോവലുള്ളത്? പണക്കാരിയായ ഒരു കാമുകി, കൂലിവേലക്കാരനായ കാമുകൻ, വില്ലൻ കാമുകിയുടെ അച്ഛൻ. ഇതേ കഥ ഞാൻ എടുത്ത് മറിച്ചിടും. പുതിയതിൽ കാമുകൻ പണക്കാരൻ, കാമുകി കൂലിവേലക്കാരി, അച്ഛൻ സെയിം. പിന്നത്തെ നോവലിൽ പശ്ചാത്തലം മാത്രം മാറും. റബ്ബർ എസ്റ്റേറ്റിന് പകരം ഒരു ഫാക്ടറി, മത്സ്യത്തൊഴിലാളിക്ക് പകരം തേങ്ങ വെട്ടുകാരൻ. എല്ലാത്തിലും കാണുവോ ഒരു റേപ്പ്, ഒരു ഒളിച്ചോട്ടം, ഒരു സ്റ്റണ്ട്, പിന്നെ കുറച്ച് സെക്സ്. ഡ്രൈവറെ തഹസിൽദാരെ വീട് ചോദിക്കണോ? നമുക്ക് ചോദിച്ചു പോവാം. തനിക്കൊരു സത്യം അറിയോ? പൂങ്കിളി വാരികയിലെ മന്ദാര പുഷ്പങ്ങൾ എന്ന നോവൽ എന്ന നോവലിസ്റ്റ് CV രാജമ്മ ഞാനാ. ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ നോവലുകൾ എഴുതുന്ന മാത്യു പള്ളിപ്പറമ്പിൽ ആരാന്ന? അതും ഞാൻ തന്നെ. അങ്ങനെ എത്രയോ പേരുകളിൽ ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കും. ആരാധകന്മാര്, പുണ്ടാക്കന്മാര്. എടോ, ഞാനാകുന്ന നോവലിസ്റ്റ് CV രാജമ്മയ്ക്ക് ഒരു ദിവസം വരുന്ന പ്രേമലേഖനങ്ങളുടെ എണ്ണം 200 കൂടുതലാ. അറിയാം? ഇവിടെ ഒരു അന്തവും കുന്തവും ഇല്ലാതെ താനിത് എങ്ങോട്ടാ ഓടിക്കുന്നത്? ഇവിടെ ഡ്രൈവറെ തഹസിൽദാരുടെ വീട് ചോദിക്കണോ? നമുക്ക് ചോദിച്ചു പോവാം. ചോദിച്ചു കടലിപ്പാതയാണ് അതെന്താണ്ട, മാനത്ത് ചെത്തണ കള്ളാണ്ട, അന്തിക്കോടോം കൊണ്ടു മുങ്ങണതാരാണ്ട,
സൂര്യനെ പോലുള്ള മോനാണ്ട എന്റെ ബ്ലാക്കാണ്ട. അപ്പൻ എന്നെ വിളിച്ചായിരുന്ന എന്റെ മഹം വന്നായിരുന്ന അങ്ങോട്ട് കേറിയിരിക്കും. അപ്പൻ എത്ര നേരമായിട്ട് വിളിക്കാന്നറിയാവാ. കാലത്തപ്പൻ കടലിൽ പോകുമ്പോ എന്റെ പൊന്നുമകൻ ഉറങ്ങായിരുന്നു. ഒന്നും കഴിച്ചില്ലടാ മകൻ. ഞങ്ങളും ഒന്നും കഴിച്ചിട്ടില്ല. നീ കഴിച്ചോന്ന് ഞാൻ ചോദിച്ചോടാ. എന്റെ മകൻ കഴിച്ചോന്നാ ചോദിച്ചു. കഴിച്ചാർന്ന്. അയ്യോ, അവിടുന്ന് ശകലം പുട്ടല്ലേ കഴിച്ചോളൂ. അതെ, ഇപ്പോഴും നല്ല വിശപ്പാ. അയ്യോ എടാ ചെമ്പരന്റെ ഓ. ഇവിടെ ഉള്ളതല്ല ഇങ്ങോട്ട് കൊണ്ടുപോടാ. എന്റെ ബ്ലാക്കിന് വിശക്കണ്, എന്റെ മകന് വിശന്ന അവന്റെ അപ്പന് സങ്കടം വരുവാടാ. എന്റെ മുത്താണ്, വേഗം കൊണ്ടുപോടാ. ദേ കൊണ്ടുവരാണ്. ആ എന്തപ്പനും മോനാണ്. അവിടെ തലയില്ലെങ്കിൽ ഇങ്ങാട് വെച്ച് 15 അപ്പം ഉണ്ടാട്ടാ. അവന്റെ വയറ്റ് ഇനി കൊള്ളാൻ സ്ഥലമില്ല. അപ്പൊ നമുക്കും കിട്ടൂല്ലേ സീസറെ? ചീങ്കണ്ണിയുടെ വയറാ, കണ്ടറിയണം. അയ്യേ, നിലത്ത് നിർത്തിയിട്ടാണ് ചാപം. അപ്പൊ എടുത്തിട്ട് പാ ചുരുട്ടണ പോലെ ചുരുട്ട്, എന്നിട്ട് ചാറിൽ മുക്കിയടി. അങ്ങനെ. കർത്താവേ, യവൻ സൊനാമിയാ, മൊത്തത്തിൽ വിഴുങ്ങിക്കളയും കേട്ടാ. ഞങ്ങളെ കൂടി ഒന്ന് ഗൗനിക്കടാ. എന്റെ വയറ് നിറഞ്ഞു കഴിഞ്ഞാ കവനിക്കാൻ കേട്ടാ. അയ്യോ, ഇങ്ങനെ വെള്ളം ഇറക്കിയ എന്റെ മകന്റെ വയറ് കൊള്ളാം. അത് കൊള്ളാമല്ല, കടലല്ലേ. പ്രാകാരടാ. ഇവൻ പത്രോസേട്ടൻ തിമിംഗലത്തിൽ ഉണ്ടായതാണെന്നാ തോന്നണത്. അതല്ലടാ, കടലാനയിലുണ്ടായത്. എടാ ചെമ്പരന്റെ അവന്മാർക്കൂടെ എന്തെങ്കിലും തോട. പക്ഷെ എന്റെ മകന്റെ വയറ് എറിഞ്ഞിട്ടാ നിങ്ങ എഴുതേക്കാവൂ കേട്ടാ. അപ്പൊ ഞങ്ങൾ എണീക്കണ്ടേ? എണീക്കണ്ടെങ്കി എണീക്കണ്ട, കൊണ്ടുപോടാ. ഉണ്ടായിരുന്നെല്ലാം ബ്ലാക്കിന് കൊടുത്തില്ലേ? ഇനി ഇവിടെ ഒന്നുമില്ല. ഒരൊന്നര കോടി. കണ്ണൂര് പോകുമ്പോ മാഹി ചരക്ക് കൂടി ഒന്ന് ടച്ച് ചെയ്താലേ മദ്യപാനം പൂർണ്ണമാകും. സാറേ, എത്ര നേരമാ ഞാൻ പുറത്തേക്കണ്? ഇത് എവിടെ നിന്ന് തുടങ്ങിയതാ? വല്ല നേർച്ചയുണ്ടാ? ഉണ്ടടാ, എന്റെ മുണ്ടിരിഞ്ഞവനെ പാർട്ടിയിൽ ഫ്ലാറ്റാക്കി ഫ്ലാറ്റിലിരുത്തിയാൽ ഞാൻ തിരുവനന്തപുരം മുതൽ കണ്ണൂര് വരെയുള്ള 12 ബാറുകളിൽ പറയെടുത്ത് പോകാമെന്ന് പറശ്ശിനിക്കടവ് മുത്തപ്പനോട് ഞാൻ നേർന്നിട്ടുണ്ട്. ശരി, ഇതിന്റെ ആളാ. നീ എണ്ണിക്കോ, എത്ര ബാറായി? 12 ഇനി അടിച്ചടിച്ച് ഈ പൈസ തീർക്കല്ലേ സാറേ? എനിക്ക് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച തിരുവനന്തപുരം വരെ എത്താനുള്ള. താൻ പേടിക്കണ്ടോ, തന്റെ കാശ് അവൻ സെറ്റിൽ ചെയ്തോളൂ. ആര്? ആ സ്ഥലം MLA കോറത്തിൽ കഴിച്ചത് ഒറിജിനൽ ആണോന്നൊരു സംശയം. ശരീരം റിജക്ട് ചെയ്യുന്നു. ഞാൻ ഒരു 1.5 കളഞ്ഞിട്ട് വരാം. നീ ഒരു അരയടി ഒന്ന് പൊതിഞ്ഞെടുത്തു. മൊബൈൽ അടിക്കണ്ട. ഒന്നടി. തള്ളേ അടിച്ച് കൊഞ്ചായി കിടക്കണ് സാറേ. MLA വീടെത്തിയെന്ന് സാറേ. ഏത് പറ? തള്ളേ മുണ്ടില്ല. നീ മുണ്ടരുത്. 4550 രൂപയിലെ നിന്റെ കാശ് ഞാൻ മുണ്ടിക്കോളാം. സാറേ, അണ്ടറില്ല. ഈ മുണ്ടെടുത്തോണ്ടോണം. ഇതാ. ഓ, എനിക്ക് വയ്യല്ല തള്ളേ. ആരെങ്കിലും ആകട്ടെ, കളിമുണ്ടെങ്കിൽ കളിമുണ്ട്. ആരാ നിരാഹാരം കിടക്കണത്? ഓ, കണ്ണൂർ സെക്രട്ടേറിയറ്റ് ആയിരിക്കും. ഓ, ചത്തുപോയാ? ആ, കണ്ണൂരാ സ്ഥലം. ആരെങ്കിലും കൊന്നതായിരിക്കും. തൊടാൻ നിക്കണ്ട, പിന്നെ CBI വരും. പിടിച്ചത് നീ നമ്മുടെ പാർട്ടിക്കാരനാ. അതാ മുണ്ടേ പിടിച്ചത്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വന്നിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റിന് ഓണർ ഗസ്റ്റാ. രാഘവനോട് പോയി രാഘവനെ വിളിയടാ. ആദ്യം 4550 രൂപ എടുത്ത് കാർ സെറ്റിൽ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഫുഡ് എടുത്ത് മട്ടേ നീ വണ്ടി തിരിച്ചിട്ട് കാശിപ്പോരും. എന്താടാ? അതെ, സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. പെട്ടെന്നൊരു 4550 രൂപ എടുക്കണം. ആരോടോ? ഒരു ഗസ്റ്റേ. ഞാൻ ആ കാറൊന്ന് സെറ്റിൽ ചെയ്തിട്ട് വരാം. ഗസ്റ്റോ? തിരുവനന്തപുരത്ത് നിന്ന് ആരോ വന്നു. പൈസ വിടി. ഇയാളിതെവിടെ പോയി? ഇവിടെ എവിടെയാ ഗസ്റ്റ്? കാർ സെറ്റിൽ ചെയ്തു. പക്ഷെ അയാൾ മതിൽ ചാടിയപ്പോ കളഞ്ഞ്. എത്ര രൂപ കൊടുത്തു? 9500 നോട്ട്. സെക്രട്ടറിയായിട്ടുള്ള ഗസ്റ്റ് നട്ടപ്പാതിരിക്ക് വന്ന ഏതെങ്കിലും കള്ളനായിരിക്കും പറ്റിച്ചിട്ട് പോയത്. നടപ്പും ഭാവവും കണ്ട ക്യാപ്റ്റൻ രാജൻ അനിയനാണെന്ന ധാരണ.
നാളെ രാവിലെ കാശ് ഇവിടെ കിട്ടിയിരിക്കണം. കതറിട്ട ഗോസ്റ്റേ, നീ എവിടെയായിരുന്നാലും നിന്നെ ഞാൻ പൊക്കിയിരിക്കും. അപ്പാ ഒന്ന് എഴുന്നേറ്റ്, ഇനിയെങ്കിലും ഞാൻ പറയണമെന്ന് കേൾക്ക്. അല്ല ഇതാര്? എന്റെ മോ ചിപ്പായി. നീ എപ്പോ വന്നു? ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ. ഇങ്ങനെ കിറങ്ങിയിരുന്ന കാണയില്ല കേക്കയില്ല. എന്റെ കൂട്ടുകാർ വന്നേക്കണം, അപ്പം വന്നേ. എന്റെ മോന്റെ കൂട്ടുകാരാ? അവരെവിടെ? ഞാൻ കണ്ടില്ലല്ലോ. മോൾ അവരെവിടെ? എടാ ചിപ്പായി, നിന്റെ കൂട്ടുകാരനെ കണ്ടിട്ട് ഒരു പെണ്ണിനെ പോലെ ഇരിപ്പുണ്ടല്ലോ. പെണ്ണിനെ പോലെ അല്ല, പെണ്ണ. പെണ്ണ? അപ്പ ഇത് എന്റെ കൂട്ടുകാരൻ സുധി. ഇതവൻ കെട്ടാൻ പോണ പെണ്ണ് മിനി. അപ്പൊ കെട്ടിയിട്ടില്ല? ഇല്ല. എടാ ചിപ്പായി, നല്ല ചേർച്ചയുണ്ടല്ലോ. പിന്നെ എന്താടാ ഇവര് കെട്ടാത്തെ? എന്റെ അപ്പ അതാ ഞാൻ പറഞ്ഞത്, അവര് കെട്ടാൻ പോണേ ഉള്ളൂ. എടാ കുട്ടപ്പ, അന്തപ്പ, ദേ കെട്ടാൻ പോണ പെണ്ണും ചക്കനാ. നല്ല തങ്കപ്പെട്ട പയ്യൻ, തങ്കപ്പെട്ട കുട്ടി. കൊടുക്കാവോ ഓരോ കുപ്പി കള്ള്? വേണ്ട, ഇവരൊന്നും കുടിക്കുന്ന സ്വഭാവക്കാരല്ല ചെല്ലപ്പൻ ചേട്ടാ. ദേ ചിപ്പായി, ചെല്ലപ്പൻ ചേട്ടനോട് എന്തോ സങ്കടം പറയാൻ വന്നതാ. എടാ മോനെ ചിപ്പായി, എന്താടാ മോനെ നിന്റെ സങ്കടം? പറയടാ. നിക്ക്. എന്റെ മോന്റെ സങ്കടം കേൾക്കുന്നതിന് മുമ്പ് എനിക്ക് ആരെങ്കിലും ഒരു ഗ്ലാസ് മോര് താടാ. എന്റെ ഈ കെട്ടൊന്ന് ഇറങ്ങട്ടെ. കുടിക്കണം. നിന്റെ അപ്പന്റെ കെട്ട് വിട്ടുകൊണ്ടിരിക്കുക. ഇനി പറഞ്ഞോ, എന്താ നിന്റെ സങ്കടം? അപ്പാ, ഈ സുധിക്ക് ജീവനാ മിനിയെ, മിനിക്ക് സുധിയെയും. പക്ഷെ ഇവര് ചേരാൻ സമ്മതിക്കുന്ന രണ്ട് വീട്ടുകാരും അവരിവരെ ആട്ടി ഇറക്കിയതുപോലെ. ഇപ്പൊ ഇവർക്ക് പോകാനൊരു ഇടമില്ല, കിടക്കാനൊരു വീടില്ല, നോക്കാൻ ആൾക്കാരുമില്ല. അതുകൊണ്ടാണ് അപ്പൊ ഞാൻ അവരിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇതാ നിന്റെ സങ്കടം? എടാ, നീ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഇന്നു മുതൽ ഈ കടപ്പുറം ഇവരുടെയും കൂടെയാ. ഇവിടുത്തെ ഏത് വീടും ഇവരുടെ വീടാ. ഇവിടുത്തെ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കൈയും മനസ്സുണ്ടാ ഇവരെ നോക്കാൻ. ഓ, ഇവന്റെ ഒരു സങ്കടം. ചുമ്മാ എന്നെ കൊണ്ട് മോര് കുടിപ്പിച്ചു. എടാ അന്തപ്പാ, ഒരു കുപ്പി കണ്ണു കൊണ്ടുവാടാ. ഈ മോരിന്റെ കെട്ട് ഞാനൊന്ന് ഇറക്കട്ടെ. എനിക്ക് മരിക്കണം. താഴെ വീണിട്ട് മരിച്ചില്ലെങ്കിലോ? ഇല്ല, ഞാൻ മരിക്കും. എന്റെ വീട്. ഉറപ്പാ? ഉറപ്പ്. നിങ്ങളാരാ? വാടാ. ഞാനൊരു ഏഞ്ചൽ ജോൺ. യു മീൻ മാലാഖ? എന്തിനാ എന്റെ അടുത്ത് വന്നത്? ഈ പ്രപഞ്ചത്തിൽ ചില പ്രത്യേക സമയ മുഹൂർത്തങ്ങളുണ്ട്. ആ സമയത്തെ പ്രാർത്ഥന, ശാപം എല്ലാത്തിനും ദൈവം ഉടനെ ഉത്തരം നൽകും. അത്തരം മുഹൂർത്തങ്ങളിൽ പലരുടെയും പ്രശ്നം നീയായിരുന്നു. ഒരുപാട് പേര് നിന്നെ പ്രാഗിയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും ശക്തമായിരുന്നു നിന്റെ അമ്മയുടെ വാക്കുകൾ. ഭൂമിയിലെ മാലാഹമാരാണ് അമ്മമാർ, ദൈവത്തിന് പ്രിയപ്പെട്ടവർ. അതിനാൽ നിന്നിലേക്ക് ഞാൻ അയക്കപ്പെട്ടു, നിന്നെ രക്ഷിക്കാൻ. ഈ നശിച്ച ജീവിതം മടുത്തിട്ടാ ഞാൻ ആത്മഹത്യക്ക് ഒരുങ്ങിയത്. അവിടെ മനുഷ്യനെ വിടില്ല. അതിരിക്കട്ടെ, എന്നെ രക്ഷിച്ചിട്ട് എനിക്ക് വേണ്ടതൊക്കെ നിങ്ങൾ തരൂ. എടാ, കുരിശിങ്കൽ തറവാട്ടിലെ ജോസഫിന്റെയും മേരിയുടെ മകനായ മറഡോണെ 66 വയസ്സുവരെ ദൈവം നിനക്ക് ആയുസ് തന്നിട്ടുണ്ട്. ആഗ്രഹിക്കുന്നതെല്ലാം നീ ശ്രമിച്ചാൽ ഇതിനുള്ളിൽ ദൈവം നിനക്ക് നൽകും. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? ഒരു ദൈവം. അങ്ങരുടെ തീരുമാനം അനുസരിച്ച് ജീവിക്കാൻ എനിക്ക് സൗകര്യമില്ല. അങ്ങനെ ജീവിച്ചു മടുത്തിട്ടാ ജീവിതം തുലയ്ക്കാൻ ഇറങ്ങിയത്. ഇനി എന്റെ വിധി ഞാൻ തീരുമാനിക്കും. അത് ഞാൻ നടപ്പാക്കാൻ പോവാ. അപ്പൊ അതാണ് നിന്റെ പ്രശ്നം. ശരി, ഞാൻ നിനക്ക് 2 വഴികൾ കാണിച്ചു തരാം. അതിലേത് നീ തെരഞ്ഞെടുത്താലും അതാണ് നിന്റെ വിധി. ആദ്യത്തേത് 66 വയസ്സുവരെ സുഖദുഃഖങ്ങളും വിജയപരാജയങ്ങളും നിറഞ്ഞ ദൈവവിധി അനുസരിച്ചുള്ള ഒരു ജീവിതം. അടുത്തത് നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചുകൊണ്ട് സുഖം മാത്രമായുള്ളൊരു ജീവിതം. ഇതാണ് എനിക്ക് വേണ്ടത്. എല്ലാം എനിക്ക് പെട്ടെന്ന് കിട്ടണം. പക്ഷെ അങ്ങനെ കിട്ടുമ്പോ നിന്റെ ആയുസ് 66 വയസ്സിന്റെ 1/3 കുറയും. അതെന്താ? ഓരോരുത്തർക്കും ഇന്ന വയസ്സിൽ ഇന്നത് കിട്ടുമെന്ന് ദൈവം വിധിച്ചിട്ടുണ്ട്. അതെല്ലാം നീ ഒറ്റയടിക്ക് നേടുമ്പോൾ അതിനനുസരിച്ച് നിന്റെ ആയുസ് കുറയും. ആഗ്രഹങ്ങളാണ് ജീവിക്കാൻ പ്രേരണ നൽകുന്നത്.
അതെല്ലാം ഒറ്റയടിക്ക് സാധിച്ചാൽ പിന്നെ ജീവിതമില്ല. എന്ത് പറയുന്നു? സാരമില്ല, ചെറുപ്പത്തിൽ കിട്ടേണ്ടത് വയസ്സായിട്ട് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എനിക്ക് സെക്കൻഡ് ചോയ്സ് മതി. നീ ഒന്നുകൂടെ ആലോചിക്കേ. അതിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് സെക്കൻഡ് ചോയ്സ് മതി പ്ലീസ്. ഓക്കെ, ഇന്നു മുതൽ നീ ആഗ്രഹിക്കുന്നതെല്ലാം ഞാൻ സാധിച്ചു തരും, വരങ്ങൾ പോലെ. മോനെ മറഡോണേ, നിനക്ക് ഒറ്റ നമ്പർ ലോട്ടറി അടിച്ചടാ. ഇനി ഇയാളെ വെച്ച് ഞാനൊരു കളി കളിക്കും. പിന്നെ ഇതെല്ലാം പറഞ്ഞെന്നെ പറ്റിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഏഞ്ചലോ കീഞ്ചലോ ഒന്നും ഞാൻ നോക്കില്ല. എന്റെ തനി സ്വഭാവം താൻ അറിയും. റാസ്കൽ, നീ ആരാടാ പേടിപ്പിക്കുന്നത്? താനെന്നെങ്ങാനും ഇനി വിളിച്ച നിന്റെ ഭാര്യയിലൂടെ ഞാൻ ക്രിക്കറ്റ് കളിക്കും. നീ എന്നെ കൊണ്ടാ ചെയ്യിക്കല്ലേ? യു മസ്റ്റ് കോൾ മീ ഏഞ്ചൽ. ഞാൻ തുടങ്ങിയ പിന്നെ അത് തടുക്കാൻ ഈ ഭൂമി മലയാളത്തിൽ ഒരുത്തനുമില്ല, ഇനി ഉണ്ടാവാനും പോകുന്നില്ല. കേട്ടടാ മറഡോണെ, ഒരു രസം. അയ്യോ, എന്താ ധനുഷ്കോടി ഉറങ്ങിയ? ഏയ് 100 ആയസാ. അതെന്താ? ഞാൻ ചാണ്ടിച്ചിനെ കുറിച്ച് ആലോചിച്ചിരിക്കായിരുന്നു. എന്നെ കുറിച്ച് എന്താ ആലോചിച്ചത്? നല്ലതോ ചീത്തയോ? ആ, അതെന്താ അങ്ങനെ പറഞ്ഞത്? എനിക്ക് ചാണ്ടിച്ചിനെ കുറിച്ച് ആലോചിക്കാൻ നല്ലത് മാത്രമല്ലേ ഉള്ളൂ. സ്നേഹനിധിയായ അയൽക്കാരൻ, കരുണാമയനായ വീട്ടുടമ, വാത്സല്യനിധിയായ വെല്ലേട്ടൻ, ഇതൊക്കെയാണ് എനിക്ക് ചാണ്ടിച്ചൻ. എന്നാ പിന്നെ ഇത്തിരി തണുത്തോളം 2 ഗ്ലാസ് എടുക്ക്. പരിധീരൊഴിച്ച് ആ സൗഹൃദം നമുക്ക് ഊട്ടി ഉറപ്പിക്കാം. എനിക്ക് വേണ്ട. അതെന്താ? അല്ല, നാളെ നേരം വെളുത്ത് എഴുന്നേൽക്കുമ്പോ സ്വന്തം മുഖം പോലും കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? അയ്യോ, അതൊക്കെ അടിച്ചു ഓടിച്ചില്ല. എല്ലാത്തിനും നല്ല ക്ലീൻ ISI മാർക്കുള്ള സാധന. ഒരെണ്ണടി. അല്ലെങ്കിൽ വേണ്ട, ആദ്യം ഞാൻ അടിക്കാം. ഇതെല്ലാം ചാണ്ടിച്ചിന് തന്നെ ഉള്ളതല്ലേ, പിന്നെ എന്തിനെത്ര ആർത്തി? ആർത്തി അല്ലറിയ, സംതൃപ്തി. നിന്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് കഴിക്കാതെ വെച്ചാ ചാണ്ടിച്ചിനതൊരു ആശ്വാസ. താഴെ ഇരുന്ന് കഴിച്ച സൂസന ചേച്ചി ഓടിക്കുമല്ലേ? അവളാരാ? അവളെനിക്ക് ആരുമല്ല, പക്ഷേ നീ എനിക്കെല്ലാമാണ്, എല്ലാം. വേണ്ടി വന്ന ചാണ്ടിച്ചൻ ഇവിടെ വെച്ച് ഇപ്പൊ മരിക്കും. വേണ സ്നേഹത്തോടെ ആണെങ്കിലും ചാണ്ടിച്ചൻ ജയിലിലാക്കണ വർത്താനം പറയുള്ളൂ അല്ലേ? എനിക്കൊന്നും മതി, എന്റെ കുടിശ്ശിക. എത്ര മാസത്തെ കുടിശ്ശികയാണ് ഞാൻ നിനക്ക് തരാനുള്ളത്? ചാണ്ടിച്ചൻ ഫിറ്റായോ? ഞാനല്ലേ വാടകക്കാരൻ? ഇല്ല, എത്ര രൂപ ഞാൻ നിനക്ക് തരാനുള്ളത്? ചാണ്ടിച്ച 3 മാസത്തെ വാടക ഞാൻ അങ്ങോട്ട് തരാനുള്ളത്. അല്ല, നീ എനിക്ക് വാടക തരാനില്ല. നീ എന്റെ പൊന്നു മോനല്ലടാ. ഇല്ല, ഞാൻ തരും. എവിടെന്നാണ് ഈ ശരീരി? നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ, ആളെ കാണാനില്ല. എവിടെ? അത് ശരി, അപ്പോ ആ അവസ്ഥയിലായല്ലേ ധനുഷ്കോടി? നിങ്ങൾ ചാണ്ടിച്ചന്റെ ചരിത്രം നശിപ്പിക്കാനുള്ള പുറപ്പാടിലാണല്ലേ? ഇത് ഞാൻ സമ്മതിക്കില്ല. പല്ലും നഖവും ഉപയോഗിച്ച് ഞാൻ ഇതിനെ എതിർക്കും. എന്നാ പല്ല് ഞാൻ അടിച്ചെടുപ്പിക്കും. ചാണ്ടിച്ചൻ കേട്ടില്ലേ? സ്വന്തം മകനെയാണ് ഒരു അന്യപുരുഷം മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഇത് കേട്ടിട്ട് ചാണ്ടിച്ചൻ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ലേ? നിന്നെ പിടിച്ച് പുറത്തേക്കറിയാൻ തോന്നുന്നു. ചിരിക്കണ്ട ചിരിക്കണ്ട, എന്റെ പ്രതികരണ ശേഷി എന്താണെന്ന് ഞാൻ ഇപ്പൊ തെളിയിച്ചു തരാം. സൂസനെ, ഇവിടെ ചാണ്ടിച്ചൻ ക്രിസ്ത്യാനിക്ക് പേര് കൃത്യപ്രദേശം കഴിക്കുന്നേ. ഒന്നും മിണ്ടാതിരിക്കട്ടെ ചക്കരേ. അങ്ങനെ ഒരു പരസ്പര ധാരണ വാ മോനെ ദിനേശ. ഒരൊഴുക്കി ഒരു 60 ഒഴിക്കുന്നു. നിന്റെ വലിപ്പത്തിന്റെ 60 തുള്ളി പോരടാ. ഇന്നാ തുള്ളിയെങ്കി തുള്ളി. Cheers. എടാ ധനുഷ്കോടി, നീ എന്താടാ പറഞ്ഞേ? എന്റെ പല്ലടിച്ചു കൊഴിക്കുമെന്നല്ലേ? എടാ, എന്റെ അടുത്ത് കളിച്ച ഇടിച്ച് നിന്റെ കൂമ്പ് പാട്ടും കേട്ടാ ചേട്ടൻ. എടാ ചാടിച്ച തന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ തുമ്പി തെറിപ്പിക്കരുതെന്ന്. ഇക്കണക്കിന് എനിക്ക് ജലദോഷം വന്നവൻ ചത്തുമില്ല. എന്താണ് കാണിക്കുന്നത്? ഞാൻ മദ്യത്തിൽ മുങ്ങി കുളിക്കുകയാണ്. നോക്കി പഠിപ്പിക്കുന്നേ, നോക്കി പഠിപ്പിക്കുന്നേ. അങ്ങനെ ഒരു വിക്കറ്റ് പോയി. അതിന്റെ ലാഭം എനിക്ക്. ഉറങ്ങിക്കോട്ടാ. ഇങ്ങനെ പശു കാടി കുടിക്കുന്ന പോലെ കുടിച്ചോണ്ടിരുന്നാ മതിയോ? ഞാൻ ടൗണിൽ പോയി 5-10 നല്ല തല്ലുകാരെയും കൂട്ടിക്കൊണ്ട് വരട്ടെ? അതുകൊണ്ടൊന്നും കാര്യമില്ലടാ.
ചേട്ടൻ പാവയും അനിയും പാവയും ശക്തി കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല. നമ്മുടെ കയ്യിലാണെങ്കിൽ ബുദ്ധിയും ഇല്ല. എന്തോ കൊട്ടാരം വീടിന് ബുദ്ധിയില്ല എന്ന് എല്ലാരും പറയും. എന്നാൽ എന്റെ ബുദ്ധി എന്താണെന്ന് അവസരം വരുമ്പോ ഞാൻ എല്ലാത്തിനെയും കാണിച്ചുതരാം. ആരെന്ത് ചോദിച്ചാലും ടെൻഷൻ അടിക്കരുത്, ബബ്ബ അടിക്കരുത്. നമ്മൾ എല്ലാവരും ക്ഷണിക്കപ്പെട്ടവർ തന്നെയാണ്. മൊത്തത്തിൽ നല്ല സ്റ്റൈലായിരിക്കണം. ഓക്കെ ഓക്കെ. വന്ന് കേറിയില്ല, അതിനു മുമ്പ് തുടങ്ങിയോ? രാഘവേട്ടൻ വേണം ഇവരെല്ലാം നിയന്ത്രിച്ച് നിർത്താൻ. അക്കാര്യം ഞാൻ ഏറ്റത്. ഞാനൊരു സ്മോൾ എത്ര 5 അയ്യേ ഒരു കൺട്രോൾ വേണം. അതൊക്കെ ഉണ്ടാവും. ഇവിടെ കൺട്രോൾ ചെയ്യുന്ന കാര്യം ഞാനില്ല. ശരി, ഒരു സ്മോൾ ഞാൻ കോട്ടനങ്ങളുടെ പെങ്ങളുടെ മകളാ. അല്ല, മകൻ. കട്ടപ്പനയിലുള്ള അതെ അതെ, കട്ടപ്പനയുള്ള. മമ്മി മോനാ. ഓ അങ്ങനെ. ഓ അത് ശരി. ഇല്ല ആന്റി, അവര് പഠിച്ചോളൂ. പ്ലീസ് ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. ഹായ്. ഇതാരാന്ന് മനസ്സിലായോ? കാൽട്ടൺ കൊക്കോക്കോളയുടെ മരുമകൻ ഗോൾഡ് സ്പോട്ട് ലഷ്കർ പ്രഭു. വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ, മൺഡേ, ബർത്ത്ഡേ എല്ലാ ദിവസവും എനിക്ക് ജോലിയുടെ മനസ്സിലായോ? Fill in the blank, answer the following question. You go man, please give me 2 bags. മോളെ പേര് മോളീന്. മോളിയാണ് കുട്ടികളെ പേര്. തല മാറി. എവിടെ നല്ല വയറ് ചേച്ചിയാവും. ചാറ്റത്തില്ലാത്ത മനുഷ്യൻ കുറേശ്ശെ കുടിക്കാവൂ. എന്താ ഇങ്ങനെ? നാളെ വരാം. ഇല്ല 3 പേപ്പർ സൈൻ ചെയ്യാം. ഇപ്പൊ എന്തിനാ മാറ്റിച്ചാ? നാളെ പോരെ? ഇത് അതിരാവിലെ വേണം. രജിസ്ട്രേഷൻ 10 മണിക്കാ. ഇറ്റ്സ് എൻ അർജന്റ് കേസ്. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? അവന്റെ മനസ്സിലുള്ള പറയട്ടെ. എന്ത് പ്രശ്നമായാലും എങ്ങനെയാടാ നീയൊക്കെ കാൾട്ടൻ നിക്കാലസിന്റെ വീട്ടിലെത്തിയത്? ഞാൻ മാരുതി വാനില്, ഇവരെല്ലാം ഓട്ടോറിക്ഷയില്. അതല്ലടാ ചോദിച്ചത്. ഏത് വഴിക്കാണ് നിങ്ങളൊക്കെ കാൾട്ടൻ നിക്കാലാസിന്റെ വീട്ടിലെത്തിയതെന്ന്? ഞങ്ങൾ ആദ്യം പള്ളിമുക്ക് വന്ന് മെഡിക്കൽ ട്രസ്റ്റിന്റെ അവിടെ എത്തിയപ്പോൾ 1 ആയതുകൊണ്ട് ഞങ്ങൾ ലെഫ്റ്റിലോട്ട് കട്ട് ചെയ്ത് അമ്പലത്തിന്റെ അതുവഴി കയറി. ശങ്കർ കച്ചേരിപ്പടി വഴി വന്ന് കലൂര് വഴി നേരെ പാലാരിവട്ടം. ഏതാണെന്നാ ചോദിച്ചത്? വഴി ചോദിച്ചു നിങ്ങളെ വഴി ഏതാക്കരുത്. സത്യം പറ, മതിലെടുത്ത് ചാടിയല്ലേ നീയൊക്കെ കാൾട്ടൻ നിക്കാളാസിന്റെ വീട്ടിനകത്ത് കയറിയത്? അവിടെ മതിലില്ല. മതിലവിടെ ഉണ്ട്. ഇല്ല. ഇത് തന്നെ വീട്. ആരുടെ വീട്? ആരുടെ വീടാ സാർ അന്വേഷിച്ചത്? ഒരു ചോദ്യത്തിന് ഉത്തരം മറ്റൊരു ചോദ്യമല്ല. ആരുടെ വീട് എന്നാണ് ഞാൻ ചോദിച്ചത്. നമ്മൾ തഹസിൽദാരുടെ വീടെത്തി സാർ. തഹസിൽദാരുടെ വീട്. തഹസിൽദാർ കുപ്പിയിലെ ബാക്കിയില്ലേ? ഇനിയും വേണോ? കുപ്പിയിലെ ബാക്കിയില്ലേ എന്നാണ് ചോദിച്ചത്. ഞാനും തഹസിൽദാരുമായിട്ടുള്ള ബന്ധം എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഞാനിനി എന്ത് ചെയ്യണം സാർ? താൻ ഇതുവരെ എന്ത് ചെയ്തോണ്ടിരിക്കായിരുന്നോ അതന്നെ ഇനിയും ചെയ്താൽ മതി. ഗുഡ് നൈറ്റ് ആൻഡ് പേ ദിസ് ക്യാഷ് ടു ദാറ്റ് ഡ്രൈവർ. തഹസിൽദാരെ രാമകൃഷ്ണ, രാമകൃഷ്ണ, കൃഷ്ണ കൃഷ്ണ, രാമകൃഷ്ണ, രാമകൃഷ്ണ, രാമകൃഷ്ണ.
തഹസിൽദാരാണ് അത്ര തഹസിൽദാർ. ഇവിടെ ഒരു സ്വിച്ച് നന്നാക്കി വെക്കാൻ അറിയാത്തവനാണോ ഒരു താലൂക്ക് നന്നാക്കാൻ നടക്കുന്ന റാസ്കൽ? പഠിച്ച മദ്യവും വേസ്റ്റ് ആയി. രാമകൃഷ്ണ, ഫ്രിഡ്ജൊക്കെ ഉണ്ടോ? അപ്പൊ സോഡ കാണും. ഇതിനകത്തേക്ക് ഞാൻ എങ്ങനെയാണ് കിടക്കുന്നത്? രാമകൃഷ്ണ, ഇവൻ ഫുൾ സെറ്റപ്പിലാണല്ലോ. ഇതാരുടെ സാരി? ഇതിനിടെ ഇവ കല്യാണം കഴിച്ച? ചിലപ്പോ ഇവന്റെ അമ്മയും സിസ്റ്റേഴ്സും ഒക്കെ വന്നു. മറ്റകളൊക്കെ എവിടെ പോയി കിടക്കണം? ഒരു മുണ്ടു കിട്ടാൻ എന്ത് വഴി? നഗ്നത. കാലത്ത് 8:30. ഇതെവിടെ? ഞാനൊരു എഴുത്തുകാരനാണ്. ഹലോ, കഥക് തുറക്കൂ, കഥക് തുറക്കാൻ.